വെൽക്കം ബാക്ക്. അപ്പം കരീസ്മ എടുത്തിട്ട് കുറേ നാളായിരുന്നു. നമ്മൾ ഏകദേശം 1 മാസത്തോളമായി. വണ്ടിയെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പണിയാൻ ടൈം കിട്ടാത്തതുകൊണ്ട് വണ്ടി വീട്ടിൽ തന്നെ നമ്മൾ വെച്ചേക്കുമായിരുന്നു. പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഓർഡർ ചെയ്തിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് എന്നാ വേളമാണ്. ഓക്കെ, എന്നാ ഉത്സവമാണ്. ഓക്കെ, പരിപാടി കിടക്കട്ടെ. നല്ല തിരക്കുണ്ട്. ഗാനിമേളയാണ് തോന്നുന്നു ഗൈസ്. എന്തോ എനിക്ക് ഈ ആൾക്കൂട്ടം ഭയങ്കര ഇറിറ്റേഷനാണ്. വേറൊന്നുമല്ല, എനിക്ക് അവിടെ പോയി നിൽക്കും. നമ്മുടെ കമ്പനിക്കാരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാനായിട്ട് പറ്റുകയില്ല, തോന്നിയില്ല. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലൊന്ന് പോയി നിൽക്കും. അതും അധിക നേരം നിൽക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോഴത്തേനും നമുക്ക് മൂഷാട്ട തുടങ്ങും. മൂഷാട്ട തന്ത വൈബ് എന്തോ അങ്ങനെയാണ്. അപ്പം ടോപ്പിക്ക് മാറിപ്പോയി. നമ്മൾ കരീസ്മയെ കുറിച്ചാണ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കണ്ടു കാണും നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോഴും കൊണ്ടു കിടക്കുന്നത്. വണ്ടി നമ്മൾ കൊടുത്തിട്ടില്ല, വണ്ടി സാധനങ്ങളൊന്നും നമ്മൾ അഴിച്ചിട്ടുമില്ല. വണ്ടി കുറച്ച് പണിയായിട്ട് മാറ്റിച്ചേക്കായിരുന്നു. സാധനങ്ങളെല്ലാം കിട്ടിയിട്ട് പണിയും ടൈം കിട്ടിയില്ല, അതാണ് മെയിൻ കാരണം. പക്ഷേ ഇന്നലെ നൈറ്റ് നമ്മളിരുന്ന് വണ്ടി വർക്ക് ചെയ്ത് ആക്സിലേറ്റർ ഗ്രിപ്പ് മാറി, ഹാൻഡിൽ ബാറിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലെ ഗ്രിപ്പ് മാറി, LH അടച്ച് രണ്ടും മാറി. പിന്നീട് എയർ ഫിൽറ്റർ മാറി, സ്പാർക്ക് പ്ലഗ് നമ്മൾ പുതിയ ഇട്ടു. ഇപ്പം തന്നെ വണ്ടിയുടെ അത്യാവശ്യം മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയുള്ളതൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു മിസ്സിങ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കാർബറേറ്ററും ഒന്ന് ക്ലീൻ ചെയ്ത് ടാങ്കും ഒന്ന് ക്ലീൻ ചെയ്യണം. ടാങ്കിനകത്ത് തുരുമ്പുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതും മാറും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി പെർഫെക്റ്റ് ആണ്. ഇന്നലെ രാത്രി നമ്മൾ പണിഞ്ഞ് ഇന്ന് രാവിലെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോയതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ അടുപ്പിച്ച് കവറായി. രാവിലെ അങ്ങോട്ട് ആലുവ വരെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ അവിടെ കുറച്ച് കറങ്ങി. എന്നിട്ട് നൈറ്റ് ഇപ്പം തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. രാവിലെ ഓഫീസ് യൂസായിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് എന്നാൽ ഒരു വീഡിയോ എടുക്കാം. വണ്ടി കരീസ്മ ഇട്ടിട്ട് വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ഇതുവരെയും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫുള്ള്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സംഗാളിൻ്റെ വർക്കും കൂടെ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ റിയർ ഡിസ്കും കൂടെ ആഡ് ചെയ്യുന്നതിനകത്ത് കുറച്ച് വർക്കുണ്ട്. പക്ഷെ അത് നമുക്ക് സാധനം കിട്ടുന്ന പോലെ നമുക്ക് പതിയെ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ റൈഡ് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കുറച്ച് ബ്രേക്കിംഗ് പെർഫോമൻസ് ബാക്കിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ഇത്രയും വണ്ടി ചെയ്തിട്ട് നമ്മളിതുവരെയും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഡിസ്പ്ലേയിലുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ കൂടുതലും വരുന്ന, ട്രാവൽ വീഡിയോസ്. ബാക്കി വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും നമുക്ക് വണ്ടി കിട്ടുന്ന പോലെ ചെയ്യാം. നമുക്ക് എല്ലാ വണ്ടിയും അങ്ങനെ കിട്ടാറില്ല. നമുക്ക് കിട്ടുന്ന വണ്ടികളനുസരിച്ചിട്ട് ഓടിക്കുന്നതനുസരിച്ചിട്ടുള്ള റൈഡ് റിവ്യൂവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂസർ എക്സ്പീരിയൻസും എനിക്ക് ഓടിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻഫീൽഡിൻ്റെ വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് അത് അതേപോലെ തന്നെ നമ്മൾ പറയാം കേട്ടോ, ഷെയർ ചെയ്യാം. പിന്നെ ഓടിക്കാൻ കിട്ടുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും വരുന്നത്. മെയിനായിട്ടും കരീസ്മ എടുക്കാനായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീസ്മയോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ കുറിച്ച് നിങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിട്ട് വേണം പോയി എടുക്കാനായിട്ട്. ആ വണ്ടിയുടേതായ കുറച്ച് ക്യാരക്ടറും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണത്. എല്ലാ ബൈക്സും പോലെ അല്ല. പണ്ട് അങ്ങനെ വെറുതെ എണ്ണാവുന്ന കുറച്ച് ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റേതായ മാത്രം കുറച്ച് പണികളും ഗുണങ്ങളും ഉണ്ട്. അതെല്ലായിടത്തും പണിയത്തുമില്ല, അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ കരീസ്മ എടുക്കുമ്പം അതൊക്കെ നോക്കിക്കണ്ട് എടുക്കുക. അതൊന്നും ഒരു പണിയായിട്ട് കൂട്ടാതെ ഇരിക്കണമെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ട് എടുത്താലേ നമുക്ക് കാര്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിതൊന്നും അറിയാതാണ് കരീസ്മ എടുത്തത് കേട്ടോ. കരീസ്മയുടെ പണികളൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. കരീസ്മ ഇഷ്ടമായിരുന്നു വണ്ടി. അപ്പം അങ്ങനെ എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണികളൊക്കെ വന്നാലും നമുക്ക് മടുപ്പ് തോന്നിയിട്ടില്ല ഇതുവരെയും. ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ടിനകത്ത് നമുക്ക് അതിനൊരു പണികളൊന്നും മടുപ്പായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ വലിയക്കാട്ട് പണിയൊന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല ഇതുവരെ. സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ബൈ കരീസ്മ ഇൻ 2025
യു ക്യാൻ ഡയറക്റ്റ്ലി ഗോ ഫോർ ഇറ്റ്. അതല്ലാതെ വേറൊന്നും അതിനകത്ത് പറയാനായിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ നിങ്ങൾ വണ്ടി എടുക്കാം. പക്ഷേ വണ്ടിക്ക് ഇപ്പം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ ഉള്ള റേറ്റ് അല്ല ഇപ്പം കരീസ്മയുടെ റേറ്റ്. അന്ന് എടുത്ത റേറ്റ് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കരീസ്മ ഓണേഴ്സും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവരും തെറി വിളിക്കും, വിൽക്കാനിട്ടേക്കുന്നവരും നമ്മളെ തെറി വിളിക്കും. അതുകൊണ്ട് ആ പ്രൈസ് ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിനാണ് നമുക്കെല്ലാം കരീസ്മ കിട്ടിയിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ഇപ്പം ഇൻസ്റ്റയിൽ നിങ്ങൾ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരുടെയും അല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കരീസ്മ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം വണ്ടികൾ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റിനാണ്. ഇപ്പം പക്ഷേ വണ്ടിക്ക് നല്ല മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്. യൂസ്ഡ് വണ്ടികളൊന്നും നമുക്ക് നോർമൽ റേറ്റിനൊന്നും കിട്ടാനില്ല. ഒരു 40,000 പ്ലസ് അത്രയേ ഉള്ളൂ വണ്ടികൾ കിട്ടാനായിട്ടുള്ളൂ. അതിൻ്റെ താഴെ കിട്ടുന്ന കരീസ്മ ഭയങ്കര ശോകമായിരിക്കും. അതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വണ്ടി കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഓടിച്ച് നോക്കുക, കരീസ്മ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ഹിഡനായിട്ട് ഇരിക്കത്തില്ല. കരീസ്മയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം പിടികിട്ടും. അത് എന്തായാലും ഷുവറാണ്. വേറെ ബൈക്സ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ചിലപ്പം കംപ്ലയിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലാന്ന് വരും. പക്ഷേ കരീസ്മ ഒരു 5-10 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതൊരു ചുമ്മാ ഒരു കാഷ്വൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ടോക്കും പിന്നെ കരീസ്മയുടെ കുറച്ച് വിശേഷങ്ങളും ഇന്നത്തെ റൈഡിനകത്ത് നമുക്ക് കരീസ്മ എങ്ങനെ ആയിരുന്നു. നമുക്ക് ഈ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 300 കിലോമീറ്റർ അടുപ്പിച്ച് ഓടുന്നത് ഇപ്പോഴാണ് കേട്ടോ. നമ്മൾ കരീസ്മയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു 300-300 കിലോമീറ്റർ അടുപ്പിച്ച് ഓടുന്നത് ഇപ്പോഴാണ്. ഒരു 150 കിലോമീറ്റേഴ്സൊക്കെ നമ്മൾ ഇതുവരെയും കവർ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ വർക്ക് കഴിഞ്ഞിട്ട് കസ്റ്റം നമ്മൾ വർക്ക് ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഷോക്കിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വിൻഷീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. വിൻഷീൽഡൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കരീസ്മ വർക്ക് കഴിഞ്ഞിട്ട് 300 കിലോമീറ്റർ പ്ലസ് ഓടിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതിനകത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഷെയർ ചെയ്യാം. നല്ല വിന്നോയ്സ് ഉണ്ടോ എന്തോന്ന് അറിയില്ല. എന്തായാലും കരീസ്മയിൽ നമ്മൾ ചെയ്ത അപ്ഡേഷൻ എന്ന് വെച്ചാൽ എനിക്ക് കരീസ്മയിൽ സ്റ്റോക്കിൽ തന്നെ കൊണ്ടു നടക്കാനാണ് താല്പര്യം. പക്ഷേ സ്റ്റോക്ക് കരീസ്മ യൂസ് ചെയ്ത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പക്ക അഡ്വഞ്ചർ കാറ്റഗറി അല്ലെങ്കിൽ പക്ക ഓഫ് റോഡിങ്ങിലൊന്നും നമ്മൾ ഈ കരീസ്മ ഞാൻ യൂസ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ ഒരു ഓഫ് റോഡിങ്ങിനോട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഈ കരീസ്മ കൊണ്ട് ചെയ്യാനായിട്ട് ഒട്ടും മൂടില്ല. ചെറിയ ഓഫ് റോഡിങ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മുടെ പർപ്പസേ അതല്ല. നമ്മൾ വണ്ടി പണിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു അഡ്വഞ്ചർ ടൂർ കാറ്റഗറിയിലൊരു വണ്ടി ഈ ഒരു ലുക്കിങ്ങിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കൂടുതൽ യാത്ര പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ബേസിക്കലി എനിക്ക് ക്യാമ്പിങ്ങും അല്ലെങ്കിൽ ലോങ് റൈഡ്സൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ അതിന് യൂസ്ഫുൾ ആവുന്നൊരു വണ്ടി നോക്കിയാണ് നമ്മൾ ആദ്യമേ വണ്ടി എടുക്കുന്ന ടൈമിൽ സെർച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോ ഹിമാലയം തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ ആഗ്രഹം. പക്ഷേ എന്തോ നമുക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹം മാറ്റി വെച്ച് പുതിയ വേറെ പല മോട്ടോർ സൈക്കിൾസിലോട്ട് പോയി. ഫോളോ ഹിമാലയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും ക്രഷുള്ള വണ്ടി CBR 250R ആയിരുന്നു. CBR 250Rൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നല്ല പ്രൈസാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇതിനേക്കാളും പ്രൈസ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. വണ്ടി അത് ഡിസ്കണ്ടിന്യൂഡ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ഫ്രഷ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഡിസ്കണ്ടിന്യൂഡായി. അപ്പോഴും ഓൾമോസ്റ്റ് വണ്ടിക്ക് പുതിയ വണ്ടിയുടെ അത്രയും റേറ്റ് തന്നെ സെക്കൻഡ് യൂസിന് വണ്ടിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡ്രീം നമ്മളങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റില്ലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കരീസ്മയും കൂടെ ആ ഒരു കാറ്റഗറിയിലോട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. കാരണം ഇതിനകത്ത് ലോങ് റൈഡ്സും ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനുമാണ്. അപ്പോൾ അഡ്വഞ്ചർ പരിപാടി ഇതിനകത്ത് നടക്കും.
അങ്ങനെ നോക്കിയപ്പോഴാണ് കരീസ്മ എനിക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വന്നത്. അങ്ങനെ കരീസ്മ നമ്മൾ നോക്കി തുടങ്ങി. കരീസ്മ ആദ്യം ഒരു വണ്ടി നോക്കി, അത് സെറ്റായില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ വണ്ടി കൊണ്ടുപോയി വേറെ ആരോ. അപ്പം അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് നമ്മുടെ ചെക്കനെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കുന്നതിനും ഒരു തക്കതായ കാരണമുണ്ട്. അതാണ് ബ്ലെസ്സിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തോ നമുക്ക് ഈ വണ്ടി ലക്കിനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അത്യാവശ്യം നല്ല റേറ്റിനാണ് നമുക്ക് വണ്ടി തന്നതും. ഇതിൻ്റെ ഓണർ അത്യാവശ്യം നല്ലപോലെയാണ് ഈ വണ്ടിനെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നതും. ബേസിക്കലി ആൾക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എൻഗേജഡ് ആണ് പുള്ളി. വേറെ കാര്യങ്ങളിൽ എൻഗേജഡ് ആയിപ്പോഴാണ് പുള്ളി സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റേണ്ട സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് ആ റേറ്റിനും വണ്ടി കിട്ടിയത്. അങ്ങനെ നമ്മൾ കരീസ്മ എടുത്ത് ഞാൻ റൈഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് പണികളുണ്ടായിരുന്നു, അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വണ്ടിയുടെ പണികളെല്ലാം തീർത്തുകൊണ്ട് പെരിയാണ് നമ്മൾ പണികളെല്ലാം ചെയ്തത്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയല്ല ഇത്, പെരിയാണ് നമ്മൾ പണികളെല്ലാം വണ്ടിയുടെ ചെയ്തുകൊണ്ടിരുന്നത്, വർക്കും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കരീസ്മയിൽ സ്റ്റോക്കിൽ തന്നെ നമ്മൾ റൈഡിന് പോകാൻ തുടങ്ങി. റൈഡ് തുടങ്ങി. അപ്പം ആ റൈഡ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റഡ് ആയാൽ കൊള്ളാമെന്ന് തോന്നിയത്. നമ്മൾ തമിഴ്നാട് റൈഡും അല്ലെങ്കിൽ ആനച്ചാടിയൊക്കെ കയറുന്ന ടൈമിൽ ആനച്ചാടിയിൽ നമ്മൾ താപ്പോട്ട് പോകുമ്പോൾ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലാണ് ഞാൻ കരീസ്മ കൊണ്ട് ഫസ്റ്റ് ടൈം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വണ്ടിയിൽ സസ്പെൻഷൻ ട്രാവൽ കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടാണെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഹൈറ്റ് കൂട്ടാം എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ബിനിചേട്ടൻ കരീസ്മ ഗൈ മോട്ടോ ട്രാവലർ, അപ്പം ബിനിചേട്ടനാണ് നമ്മളെ ഹൈറ്റ് കൂട്ടുന്ന കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടിയപ്പം അങ്ങനെ ബിനിചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കാര്യങ്ങൾ. നമ്മുടെ മോട്ടോ ട്രാവലറാണ് പറഞ്ഞു തന്നത് ഇന്ന പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന്. പക്ഷെ ആദ്യം എനിക്ക് ഫ്രണ്ട് മാത്രം ഹൈറ്റ് കൂട്ടിയാൽ മതി, ആ ഒരു ഇതിലായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ബിനിചേട്ടനാണ് പറഞ്ഞത് രണ്ടും കൂടെ കൂട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന്. അപ്പം എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ബിനിചേട്ടൻ്റെ ഏതൊരു ഷോക്ക് ഉണ്ടായിരുന്നു ബാക്കിലത്തെ നമ്മുടെ ഡിസ്റമാറിൻ്റെ, അത് ഹൈറ്റ് കൂട്ടിയതായിരുന്നു. അപ്പോൾ ആ സാധനം നമ്മൾ ബിനിചേട്ടൻ്റെ നിന്ന് വാങ്ങി. എൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്കാണ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തത്. അത് ഷോപ്പിൽ കൊണ്ടുപോയി തന്നെ ചെയ്തു. അതിൽ അതാണ് കരീസ്മയിൽ ചെയ്യുന്ന ആദ്യത്തെ മേജർ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അതാണ്. എന്നാൽ വലിയ ഫണ്ടും ആയിട്ടില്ല. എൻ്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം വലിയ ഫണ്ടാണ് എനിക്ക്. അപ്പം അതിനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു സ്റ്റമ്പിന് 1000 വെച്ചിട്ട് 2 സ്റ്റമ്പിന് 2000 രൂപ അടുപ്പിച്ചായി. അതിൻ്റെ ഷോക്ക് ഓയിൽ പ്ലസ് ഒരു 150 ആ റേഞ്ച്. പിന്നെ പണിക്കൂലി എല്ലാം കൂടെ ഒരു 300-നകത്തങ്ങണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് നമ്മൾ ഷോക്ക് ഓയിൽ ചേഞ്ച് ചെയ്തു. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ മാത്രം മാറ്റി. നമ്മൾ ഇസ്റമാറിൻ്റെ അല്ല CB0 എക്സ്ട്രീമിൻ്റെ CB0 എക്സ്ട്രീമിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ് നമ്മൾ കരീസ്മയിൽ അന്ന് ഇടാനായിട്ട് എടുത്തത്. അപ്പം അതിട്ട് കഴിഞ്ഞിട്ട് ബാക്ക് വശം താന്നിരിക്കുകയാണ്, ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് റൈഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ബിനിചേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. സംഭവം ഓരോ രീതിയിലും ഒരു കംഫർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ. പക്ഷേ മാറ്റേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ എനിക്ക് തോന്നിപ്പോയി. ഫ്രണ്ട് മാത്രം സസ്പെൻഷൻ ഹൈറ്റ് ചെയ്തപ്പോൾ ഒരു ചാട്ടവും വണ്ടിക്ക് പഴയപോലെ ഒരു കംഫർട്ടും കിട്ടുന്നില്ല. വണ്ടി വല്ലാത്തൊരു രീതിയിലായിപ്പോയി. ഞാൻ അങ്ങനെ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് തന്നെ ബിനിചേട്ടൻ്റെ ഇന്ന് സാധനം എടുത്ത് നമ്മൾ ബാക്കിലത്തെ ഷോപ്പ് വീട്ടിലിരുന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു വീക്ക് നമ്മൾ സെറ്റാക്കി. അത് സെറ്റ് ചെയ്തതിന് വരെ ഞാൻ വണ്ടി എടുത്തിട്ടേ ഇല്ല. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കി, ഒരു രക്ഷയില്ല. ആദ്യം നമ്മൾ ഫ്രണ്ട് മാത്രം ചെയ്തപ്പോൾ എന്ത് തോന്നി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാക്കും കൂടെ റിയർ സസ്പെൻഷൻ കൂടെ സെറ്റ് ചെയ്തിട്ട് ഓടിച്ചപ്പോൾ നമുക്ക് തോന്നിയത്. ഇപ്പോഴാണ് ഹൈറ്റ് നമുക്ക് ഈക്വലായിട്ട് കിട്ടിയത്. ഏകദേശം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒരേപോലെ നമുക്ക് ഹൈറ്റ് മാനേജ് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് കരീസ്മ എങ്ങനെയാണോ അതേപോലെ തന്നെ പൊടിക്ക് കുറച്ചും കൂടി പൊക്കിയ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് നമ്മുടെ ഉണ്ടാകുന്നത്. റൈഡിങ് പൊസിഷനകത്തോ റൈഡിങ് സ്റ്റാൻഡ്സിനകത്തോ ഒരു മാറ്റവും ഇല്ലാതെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫിസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തതെന്ന് മാത്രമേ തോന്നുള്ളൂ. വണ്ടിയുടെ അല്ലാതെ റൈഡിങ് സ്റ്റാൻഡ്സിനകത്തോ ഡൈനാമിക്സിലോ ഒന്നും ഒരു മാറ്റം തോന്നിയിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ സ്റ്റോക്ക് എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റ് കൂട്ടി ആ ഒരു എക്കണോമിക്സിലാണ് വണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. അത് സ്റ്റോക്ക് ഹാൻഡിലായിരുന്നു നമ്മൾ ആദ്യമേ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ബാറും കൂടി ചേഞ്ച് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട്
കുറേ ഹാൻഡിൽ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ നോക്കി. അത് കുറച്ചും കൂടെ ഷോർട്ട് ടൈപ്പായിരുന്നു. പിന്നീട് കരീസ്മയുടെ സ്റ്റോക്കിനേക്കാളും കുറച്ചും കൂടെ ഷോർട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നീട് നമ്മളൊരു ബാറിൻ്റെ ഹാൻഡിൽ നോക്കി. അത് എനിക്ക് തോന്നുന്നു AGP അങ്ങനെ കണ്ടു ബ്രാൻഡിൻ്റെ ഒരു ബാറിൻ്റെ ഹാൻഡിൽ നമ്മൾ നോക്കിയത്, ക്രോസ് ബാർ വരുന്നത്. ആ ഒരു ബാറിൻ്റെ ഹാൻഡിലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഭയങ്കര ടൈറ്റായിരുന്നു. അത് എന്ന് വെച്ചാൽ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഭയങ്കര ഒരു ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. എപ്പോഴും ഒരു ടൈറ്റ്നസ് വണ്ടിക്ക് ഫീൽ ചെയ്തു. ഒരു 50 to 60 റേഞ്ച് കഴിഞ്ഞായിട്ട് വണ്ടി എപ്പോഴും കയറാതായി. എനിക്ക് തോന്നുന്നു ആക്സിലേറ്റർ കേബിളും എല്ലാം വലിഞ്ഞ് മുറിഞ്ഞ് നിന്നുകൊണ്ടായിരിക്കാം ആ ഒരു ഫീല് കിട്ടിയത്. എന്തായാലും അത് 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു സാധനം മാറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഹാൻഡിൽ കുറച്ചും കൂടെ നോക്കി എന്നാ വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം എന്നാൽ സ്റ്റോക്ക് ഹാൻഡിലിൻ്റെ അത്രയും തന്നെ ഒരു പൊസിഷനും വേണം. നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിലിന് അത്യാവശ്യം ഹൈറ്റും ഉണ്ട് കരീസ്മയുടെ. അപ്പം നമുക്ക് അത്രയും ഹൈറ്റ് കിട്ടുന്ന വേറൊരു ഹാൻഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹാൻഡിൽ ബാർ റേസർ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സുസുക്കി V-Strom 250 അതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ നോക്കിയതായിരുന്നു നമ്മൾ. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം സ്റ്റോക്ക് നോക്കിയപ്പോഴത്തേനും അവരുടെ സുസുക്കിയുടെ ഷോറൂമിൽ ചോദിച്ചപ്പോൾ നമുക്ക് 1 month വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞൊരു ഹാൻഡിൽ ബാർ വരാനായിട്ട്. അപ്പോൾ ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എന്ന് കരുതിയാണ് ഇപ്പം കയ്യിലിരിക്കുന്ന ഹാൻഡിൽ ബാർ നമ്മൾ എടുത്തത്. ഈ ഹാൻഡിൽ ബാർ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 350യുടെ ബ്ലാക്ക് ഹാൻഡിൽ ബാറാണിത്. ആദ്യം നമ്മൾ തണ്ടർബേർഡ് എക്സ് അല്ലെങ്കിൽ ആ തണ്ടർബേർഡ് എക്സ് എന്ന് പറയുന്നൊരു മോഡലുണ്ട് എൻഫീൽഡിൽ. ആ ഒരു ഹാൻഡിൽ ബാറായിരുന്നു ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് മെറ്റിയോർ 350യുടെ ഹാൻഡിൽ കൂടെ നോക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് മെറ്റിയോർ എടുത്ത് ഒന്ന് പരീക്ഷണം പോലെ വെച്ച് നോക്കിയതാണ്. പക്ഷേ വെച്ചത് സെറ്റായി. ഹാൻഡിൽ ബാർ റേസറൊന്നും ഇല്ലാതെ സ്റ്റോക്കിൽ തന്നെയാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ആ വെച്ച ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു ലുക്കുണ്ട്. ആ ലുക്കിൽ തന്നെ വണ്ടി കറക്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മെയിൻലി ബാറിൻ്റെ ഹാൻഡിലൊക്കെ വെച്ചപ്പോൾ ഭയങ്കര അലമ്പായിട്ടായിരുന്നു തോന്നിയത്. എനിക്ക് ആ ഒരു സാധനത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഒന്ന് മാറ്റി നോക്കണമല്ലോ, അല്ലെങ്കിൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഹൈറ്റ് കൂട്ടിയല്ലേ ഹാൻഡിൽ ബാറിലും കൂടെ ഒന്ന് മാറ്റിയേക്കാം എന്ന് വെച്ചിട്ട് നോക്കിയതാണ്. നമ്മളതെല്ലാം ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നീട് ഇതിനിടയ്ക്ക് ഹിമാലയൻ്റെ ഹാൻഡിൽ വെച്ചു. ഹിമാലയൻ്റെ ടൂറിങ് ഹാൻഡിൽ നമ്മൾ ഹാൻഡിൽ ബാർ റേസർ ഇട്ടിട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് ഈ ഒരു റൈഡിങ് പൊസിഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് അതിനകത്ത് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ മെറ്റിയോർ 350യുടെ ഹാൻഡിൽ ബാർ വെച്ചു. ഡയറക്റ്റ് ഫിറ്റായിരുന്നു. നമുക്ക് കേബിൾസോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അതിന് തന്നെ വണ്ടി സെറ്റായി. പിന്നീട് നമ്മൾ ത്രോട്ടിൽ ഗ്രിപ്പുകൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും ഹാൻഡിൽ ബാർ മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ പഴയ ത്രോട്ടിൽ ഗ്രിപ്പൊക്കെ ഏകദേശം പന്നലായി പോയിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഊരിയെടുത്തു അത് തന്നെ അതിൻ്റെ ത്രെഡും കാര്യങ്ങളെല്ലാം പോയി. തന്നെ അല്ലാതെ കുറച്ച് പഴയതായിരുന്നു. വണ്ടി എടുത്ത ടൈമിൽ നമ്മൾ മാറ്റിയതാണ്. പിന്നീട് നമ്മൾ തൽക്കാലം ഡബിൾ കേബിൾ വരുന്ന ത്രോട്ടിൽ ഗ്രിപ്പ് പിന്നീട് നമുക്ക് അവൈലബിളായിട്ട് എനിക്ക് കിട്ടിയത് ഇൻ്റർസെപ്റ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇൻ്റർസെപ്റ്ററിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തപ്പോഴത്തേന് അത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഈ സ്വിച്ച് മൊഡ്യൂളിൻ്റെ അകത്ത് ഇത് കയറില്ല, കുറച്ച് ടൈറ്റ് ഉണ്ട്. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ പോകില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ വീണ്ടും സാധനം റീഓർഡർ ചെയ്ത് അത് വീണ്ടും സ്റ്റോക്ക് ആക്സിലേറ്റർ തന്നെ ആക്കി. കാരണം ഈ ഒരു സാധനം പക്ക സ്മൂത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യുന്നിട്ട് ഒരു കംഫർട്ടും കിട്ടത്തില്ല. സ്റ്റോക്ക് നമ്മുടെ ആക്സിലേറ്റർ തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. പലതും മാറ്റി നോക്കിയിട്ടാണ്. പക്ഷേ സ്റ്റോക്ക് ആക്സിലറേഷൻ അടിപൊളിയാണ്. ആക്സിലേറ്റർ ഗ്രിപ്പ് അത് എൻ്റെ റെസ്പോൺസും എല്ലാം പക്കയാണ്. അതിനകത്തൊരു മാറ്റമില്ല. പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഹാൻഡിൽ ബാറിലെ മോഡിഫിക്കേഷൻ ഏകദേശമായി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ എക്സ്പൾസിൻ്റെ ഹാൻഡ് ഗാർഡും കൂടി സെറ്റ് ചെയ്തു. എക്സ്പൾസിൻ്റെ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തപ്പോഴത്തേന് ഇത് ഈസിയാണ് സെറ്റ് ചെയ്യാനായിട്ട്. മെറ്റിയോറിൻ്റെ ഹാൻഡിലായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ ത്രെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ത്രെഡിനകത്ത് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇപ്പോഴത്തെ ലോക്ക് വരുന്നത് നമ്മുടെ ഈ മിററിനകത്താണ്. 2 മിററിൻ്റെ സൈഡിനകത്താണ് ഇപ്പോഴത്തെ ആ ക്ലാമ്പ് വരുന്നത്. പിന്നീട് നമ്മൾ ഫ്രണ്ട് പോർഷനകത്ത് ചെയ്ത അപ്ഡേഷൻ നമ്മുടെ ഈ വൈസറാണ്. അത് AS200ൻ്റെ വൈസറാണ്. അത് ഷോറൂമുകളിൽ ബജാജിൻ്റെ ഷോറൂമുകളിലെല്ലാം സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ സാധനം എടുത്ത് തരും. നമ്മൾ മേടിക്കാൻ പോയ ടൈമിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടി. പിന്നീട് എക്സ്ട്രാ വാങ്ങിയിട്ടൊന്നും അതിൻ്റെ ബുഷ് സ്റ്റോക്കില്ലായിരുന്നു. അത് നമ്മൾ വെളിയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല. 20 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും.
പിന്നീട് നമ്മൾ വണ്ടിക്കകത്ത് വേറെ പരിപാടികളും ചെയ്തില്ല. നമ്മൾ നേരത്തെ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സം കാർഡും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഏകദേശം പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൈഡൊക്കെ പക്കയായിട്ട് ഇറങ്ങി തുടങ്ങാനായിട്ട്. പിന്നെ ഈ കരീസ്മ ഓടിച്ചവർക്കറിയാം, ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ വണ്ടിയിൽ അങ്ങനെ അധികം കിട്ടാറില്ല. കാരണം അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം. അത് ഷോർട്ട് റൈഡൊന്നും കരീസ്മ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കിക്ക് കിട്ടത്തില്ല. നിങ്ങൾ ലോങ് റൈഡ് തന്നെ കരീസ്മ യൂസ് ചെയ്ത് നോക്കണം. നമുക്കപ്പം അറിയാനായിട്ട് പറ്റും അന്ന് ആ ഒരു ടൈമിൽ വണ്ടി എത്രത്തോളം സെറ്റപ്പായിട്ടാണ് അവർ ബിൽഡ് ചെയ്തത് എന്ന്. ഇത് ഒരു ഫാൻ ബേസ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. എനിക്ക് ഒരു മോട്ടോർ സൈക്കിളിനോട് ഒരു പ്രത്യേക കൂടോ കാര്യങ്ങളോ ഇല്ല. ഇത് നമ്മൾ ഓടിച്ചിട്ട് പറയുന്ന അനുഭവമാണ്. മേ ബി ഇനി ഞാൻ ഫ്യൂച്ചറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഓടിക്കാത്ത ഇതേപോലുള്ള മോട്ടോർ സൈക്കിളും ഉണ്ടാവാം. പക്ഷേ ഓടിച്ച് മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുമ്പോഴത്തേന് ഇതിനകത്ത് കിട്ടുന്നൊരു കിക്കുണ്ട്. ആ ഒരു സാധനം ഭയങ്കര രസമാണ്. അതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും കരീസ്മയുടെ എത്ര കിലോമീറ്റർ കഴിഞ്ഞാലും നമുക്കങ്ങനെ മടുപ്പ് വരത്തില്ല. ഈ ഒരു എൻജിൻ കേപ്പബിലിറ്റിയും അങ്ങനെയാണ്. സ്റ്റിൽ ഇപ്പോഴും കരീസ്മ ഈ റീലോഞ്ച് ഈ മോഡൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ എന്നിപ്പോൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഇതങ്ങനെയൊന്നും റീലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കും അറിയാം, ഇത് കണ്ടിരിക്കുന്നവർക്കും അറിയാം. അങ്ങനെ എന്തായാലും കമ്പനി ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അവർ പുതിയ ഡിസൈൻസുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാലത്തിനൊത്ത് ഡിസൈനുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം എങ്കിലാണ് ഒരു ലെഗസി കിട്ടുന്നത്. ബാക്കിയുള്ള അപ്പം മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നവർക്ക് അതൊരു ലെഗസി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് കരീസ്മയിൽ നമ്മൾ മേജറായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം മൈലേജ് നമുക്ക് ലോങ് റൈഡ്സിനൊക്കെ ഒരു 40 അടുപ്പിച്ചൊക്കെ കിട്ടുന്നുണ്ട്. 1 ലിറ്ററിന് ഒരു 40 അടുപ്പിച്ച് നമുക്ക് ലോങ് റൈഡിന് കിട്ടുന്നുണ്ട്. സിറ്റി ട്രാഫിക് കണ്ടീഷനകത്ത് നമുക്ക് ഈ 40 കിട്ടത്തേ ഇല്ല കേട്ടോ. ഏകദേശം ഒരു 25 to 30 ഒരു 30 അടുപ്പിച്ചൊക്കെ മാക്സിമം സിറ്റി ട്രാഫിക് കണ്ടീഷനിൽ നമുക്ക് കരീസ്മയ്ക്ക് മൈലേജ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടിക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ട്രാഫിക് കണ്ടീഷനിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ബൊമ്മ ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വന്ന് വണ്ടിക്ക് ഭയങ്കര മിസ്സിങ് ആണ് ട്രാഫിക് കണ്ടീഷൻ വയ്ക്കുമ്പോൾ. ഇന്നലെ നമ്മൾ എൻ്റെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഇനിയിപ്പം അടുത്ത ട്രാഫിക് കിട്ടിയാലേ അറിയത്തുള്ളൂ. ഇന്നെന്തായാലും നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. രാവിലെ വെളുപ്പിനെയാണ് അങ്ങോട്ട് പോയത്. രാത്രി തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ നല്ല ഓപ്പൺ റോഡാണ് കിട്ടിയേക്കുന്നത്. എവിടെയും ഒരു തിരക്കോ കാര്യങ്ങളോ ഇല്ല. റോഡും വിജനമായിട്ട് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സിങ്ങും കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. കറണ്ട് ഇത്രയും ദൂരം വന്നതിനകത്ത് ഒരു മിസ്സിങ് പോലും വണ്ടിക്കകത്ത് അടിച്ചിട്ടില്ല. കരീസ്മയുടെ ഏറ്റവും വലിയ പ്രോബ്ലം മിസ്സിങ് തന്നെയാണ്. അപ്പം കരീസ്മ എടുത്തിട്ട് മിസ്സിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കാർബറേറ്റർ പോയി മാറാതെ എന്തിൻ്റെ ആണെന്ന് നല്ലൊരു മെക്കാനിക്കിനെ വെച്ച് നോക്കിയിട്ട് കാർബറേറ്റർ മാറുക. കാരണം കാർബറേറ്ററിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 600-500 ആ ഒരു റേഞ്ച് അടുപ്പിച്ചെങ്ങാണ്ട് കാർബറേറ്ററിന് റേറ്റ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് കാർബറേറ്റർ ഡയറക്റ്റ് മാറാതെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തിൻ്റെ ആണ് കുഴപ്പം. ചിലപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ചില പിന്നുകളോ അല്ലാന്നുണ്ടെങ്കിൽ മാനിഫോൾഡിൻ്റെയോ അങ്ങനെ ഈസി യൂണിറ്റിൻ്റെയോ അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് പോയി കാർബറേറ്റർ മാറ്റാതെ എന്താണെന്ന് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രം അതിനുള്ള സൊല്യൂഷൻ നോക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് കരീസ്മയിൽ ഒരു 80, 60, 80 ആ റേഞ്ചിൽ ക്രൂസ് ചെയ്യാൻ ഭയങ്കര സുഖം കേട്ടോ. 80 ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് 4500 RPM ഒക്കെ 4500 RPM കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വണ്ടിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങ് ചേഞ്ച് ആവും. കൈ കൊടുക്കുന്നില്ല, കൈ കൊടുത്തിട്ട് ഇപ്പം ഭയങ്കര നോയ്സ് ആയിരിക്കും. നമുക്ക് ആ നോയ്സ് ക്യാൻസലേഷൻ എന്തെങ്കിലും പരിപാടി ചെയ്യണം മൈക്കിനകത്ത്, എന്നാലേ സൗണ്ട് ബെറ്റർ ആവുള്ളൂ. സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ബെറ്ററായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇതിനിടയ്ക്ക് നമ്മൾ ഒരു റെഡ് കരീസ്മ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈസ് വണ്ടിയാണ്. അത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിനകത്ത് ഡിസ്കും കാര്യങ്ങളൊക്കെ ഇനി ഉടനെ ചെയ്യുന്നുണ്ട് എന്നൊരു പ്ലാൻ ഉണ്ടെന്ന് ആളിങ്ങനെ പറയുന്നത് കേട്ട്. അത് നൈസ് വണ്ടിയായിരുന്നു. അത് നമ്മൾ ഇതുകൊണ്ടാണ് പോയത് വണ്ടി എടുക്കാനായിട്ട്. കുറച്ച് നല്ല കൂട്ടുകാരെയാണ് കിട്ടി.
ഇതിനകത്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന അടുപ്പിച്ചുകൊണ്ടേക്കുന്ന എല്ലാ വ്ലോഗുകളും മിക്കതും രാത്രിയിലാണ് കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല. അത് സത്യം പറഞ്ഞാൽ അത് മനഃപൂർവ്വം രാത്രിയിൽ എടുത്ത വ്ലോഗൊന്നുമല്ല, റാൻഡംലി അങ്ങനെ വന്നു പോയതാണ്. എന്തായാലും കുറച്ചും കൂടെ കംഫർട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കും. കാരണം നല്ല റോഡ് തിരക്കില്ലാതെ ഈ ടൈമിൽ കിട്ടും. അപ്പം നമുക്ക് വണ്ടി എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. ഒരു മീഡിയം സ്പീഡിലൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് ചെയ്യാനുള്ള ഒരു അവസരവും മുമ്പിൽ കണ്ടിട്ട് വേണം നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാനായിട്ട്. ഇതെന്താ എത്താത്ത? കുറച്ച് നേരമായി ഈ വണ്ടിയുടെ മണ്ടയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. വ്ലോഗ് ഇപ്പം ഞാൻ നിർത്തിയിട്ട് ഇപ്പം ക്യാമറ എടുത്ത് വെച്ചിട്ട് എടുക്കാം ആ ഒരു മൈൻഡിൽ നിന്നെയാണ്. നമുക്ക് പോകേണ്ടത് പുനലൂരാണ്. പുനലൂർ ഇത് 30 കിലോമീറ്റർ ഉണ്ട്. അടൂർ 23, പുനലൂർ 30. ഇനി 30 കിലോമീറ്ററും കൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ധനുഷ്കോടി ട്രിപ്പ് അടിച്ചാലോ എന്നൊരു പ്ലാനുണ്ട്. അപ്പം യു ഗൈസ്, നിങ്ങൾക്ക് ധനുഷ്കോടി ട്രിപ്പിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ധനുഷ്കോടിയിലേക്കൊരു യാത്ര ഇത് നമ്മുടെ കരീസ്മയും കൊണ്ട് പോകുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാമ്പിങ്ങും കൂടെ അതിനകത്ത് ചെയ്യാം. തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ ഭയങ്കര രസമാണ്. എനിക്ക് കുറച്ചും കൂടെ ഓക്കെയാണ് തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ. അവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരാണ്. നമ്മൾ കയറി ഉടക്കാതൊക്കെ ഇരുന്നാൽ മതി. നല്ലപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നല്ലപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ ഒരു റൈഡ് ഉടനെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാൻ റൈഡ് നമ്മുടെ ട്രാവൽ വീഡിയോസ് പൊതുവേ വ്യൂസ് കുറവാണ്. അപ്പം അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ ആ വീഡിയോ ചെയ്യാം കേട്ടോ. അത് സോളോ റൈഡ് തന്നെ ആയിരിക്കും. വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോളോ പോകുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ ടൈം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം സോളോ ആണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഗ്രൂപ്പ് റൈഡ് വേറൊരു ഫണ്ണാണ്. അത് വേറൊരു വൈബാണ്. അത് നമ്മൾ ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ പോകുമ്പോഴത്തേനും അത് വേറൊരു മൂഡാണ്. അതിനകത്ത് പക്ഷേ വീഡിയോ എടുക്കുന്ന